എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇന്നത്തെ ചർച്ചാ വിഷയം എന്തെന്ന് വെച്ചാൽ DNC എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ നമ്മൾ DNC അതായത് ഡയലറ്റേഷൻ ആൻഡ് ക്യൂറട്ടാജ് എന്ന് വിളിക്കും, ചിലപ്പോൾ DND അതായത് ഡയലറ്റേഷൻ ആൻഡ് ഇവാക്യുവേഷൻ എന്ന് വിളിക്കും, ചിലപ്പോൾ സക്ഷൻ ഇവാക്യുവേഷൻ S&E എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായി ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ചാർജ് കാർഡിൽ എഴുതിയിട്ടുണ്ടാവും DND ഡൺ, DNC ഡൺ, അല്ലെങ്കിൽ സക്ഷൻ ഇവാക്യുവേഷൻ ഡൺ എന്ന്. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയില്ല അല്ലേ. എന്തോ ഒരു പ്രൊസീജിയർ ചെയ്യുന്നു, യൂട്രസിനുള്ളിൽ ക്ലീൻ ചെയ്യുന്നു എന്നത് മാത്രം അറിയും. ഹലോ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ, അങ്ങോട്ടേക്ക് നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചെയ്യുന്നു എന്നതൊഴിച്ചാൽ എന്താണ് ആ പ്രൊസീജിയർ, നമ്മൾ എന്തിനൊക്കെയാണ് അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഭാവിയിൽ, അത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്നത്, അത് പേടിക്കേണ്ട ഒരു കാര്യമാണോ എന്നതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ല അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടുള്ളൊരു വിവരണം തരാം. കുറേ നാളായി വിചാരിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന്. ഓരോ കാരണങ്ങളാൽ അതങ്ങനെ മാറി മാറി പോവുക, അല്ലെങ്കിൽ ഞാൻ മറന്നു പോവുകയാണ്. അപ്പോൾ DNC എന്ന് പറഞ്ഞാൽ ഡയലറ്റേഷൻ ആൻഡ് ക്യൂറട്ടാജ്. എന്തിനാണ് നമ്മൾ ഡയലേറ്റ് ചെയ്യുന്നത്? സെർവിക്സിന്. സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രസിൻ്റെ വായ്ഭാഗം. അപ്പം യൂട്രസിൻ്റെ വായ്ഭാഗമായ സെർവിക്സ് എപ്പോഴും ഇങ്ങനെ അടഞ്ഞാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ ഡയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ച് വലുതാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഉപകരണം ഇട്ട് ഈ യൂട്രസിൻ്റെ ഉള്ളിലത്തെ ആ കമ്പോണൻസ്, അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ എടുത്ത് പുറത്തേക്ക് എടുക്കുന്നതിനെയാണ്. ഒന്നുകിൽ നമ്മൾ പുറത്തേക്ക് എടുത്ത് കളയും, അതല്ലെങ്കിൽ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മളത് ടെസ്റ്റിനയക്കും, ബയോപ്സിക്ക് അയക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ. ഈ പ്രൊസീജിയറിനാണ് DNC എന്ന് പറയുന്നത്. ഈ DNC നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഡയഗ്നോസ്റ്റിക്കും തെറപ്യൂട്ടിക്കും. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി. ഇപ്പം നമ്മൾ സ്കാനിങ്ങിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഈ യൂട്രസിൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന റിപ്പോർട്ടൊക്കെ ചിലരൊക്കെ കാണാറുണ്ട് അല്ലേ, ചിലർക്കൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ ഹെട്രോജീനസ് എൻഡോമെട്രിയം, അല്ലെങ്കിൽ എൻഡോമെട്രിയസ് തിക്നെസ് കൂടുതലായിട്ടുണ്ട്. അതല്ലെങ്കിൽ മെനോപോസ് എല്ലാം കഴിഞ്ഞ്, ആർത്തവവിരാമം എല്ലാം കഴിഞ്ഞ ചില സ്ത്രീകളിൽ ചിലപ്പോൾ ഈ കുറച്ച് സ്പോട്ടിങ്ങോ കുറച്ച് ബ്ലീഡിങ്ങോ ഒക്കെ വരാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതേപോലെ എന്തെങ്കിലും ഒരു ചെറിയ ദശ പോലെയൊക്കെ യൂട്രസിനുള്ളിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്രസിൻ്റെ വായ്മുഖമായ സെർവിക്സിൽ കാണുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? DNC ചെയ്യും. അതേപോലെ അബ്നോർമലായിട്ട് യൂട്രൈൻ ബ്ലീഡിങ് വരികയാണ്, ഇടയ്ക്കും തലയ്ക്കുമായിട്ട് ബ്ലീഡിങ് വരികയാണ്, മരുന്ന് കഴിച്ചിട്ട് നിൽക്കുന്നില്ല, നമ്മൾ എന്ത് കൊടുത്തിട്ടും ശരിയാവുന്നില്ല, നമ്മൾ ഗർഭനിരോധന മരുന്നുകൾ കൊടുത്തു നോക്കി, വേറെ ഹോർമോൺ പിൽസ് കൊടുത്തു നോക്കി, വേറെ മരുന്ന് കൊടുത്തു നോക്കി, എന്നിട്ടൊന്നും ശരിയാവുന്നില്ല, നമ്മൾ പ്രത്യക്ഷത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഹോർമോൺ ടെസ്റ്റുകളിൽ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്, ബ്ലീഡിങ് വരുന്നത് എന്ന് അറിയുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻറ്റിന് നമ്മൾ ആ ഒരു യൂട്രസിൻ്റെ സെർവിക്സ് പതുക്കെ ഡയലേറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ആ എൻഡോമെട്രിയം എന്ന് പറയുമ്പം യൂട്രസിൻ്റെ ഉള്ളിലത്തെ ആവരണമാണ് അല്ലേ. എൻഡോമെട്രിയം കൂട്ടത്തിൽ കുറച്ച് ബ്ലഡും എല്ലാം വരും. അതിന് നമ്മൾ ചുരണ്ടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബയോപ്സിക്ക് അയക്കും. ഈ ഹിസ്റ്റോപെത്തോളജി എന്ന് പറയാണ് നമ്മൾ ഈ ബയോപ്സിക്ക് അയക്കുന്നതിന് പറയുന്നത്. മനസ്സിലായില്ലേ? ഹിസ്റ്റോളജി എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസ്കോപ്പി വഴി ആ കോശങ്ങൾ എങ്ങനത്തെ തരത്തിലാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പെത്തോളജി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന കോശങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അല്ലാതെ നോർമലായിട്ടുള്ള ആ ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തതാണോ എന്ന്. അതുകൊണ്ടാണ് ഈ ഹിസ്റ്റോപെത്തോളജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ബയോപ്സിക്ക് അയക്കുന്നത് ക്യാൻസറാണെന്ന് പേടിച്ചിട്ടല്ല മിക്കപ്പോഴും അയക്കുന്നത്. നമ്മളത് എപ്പോഴും ഒരു ചെറിയൊരു മോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ എനിക്കൊക്കെ ഇവിടെ ഒരു ചെറിയൊരു മറുകുണ്ടല്ലോ, ഈ മറുക് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും അതുപോലും നമ്മൾ ബയോപ്സിക്ക് അയക്കുമെന്ന് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അയക്കണം എന്നാണ് നിയമം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ബയോപ്സിക്ക് അയക്കുന്നതിനെയാണ് ഡയഗ്നോസ്റ്റിക് DNC എന്ന് പറയുന്നത്. തെറപ്യൂട്ടിക് DNC, അതായത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് രീതിയിൽ DNC എപ്പോഴാണ് ചെയ്യുന്നത്? ആർക്കെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ട്, ഒരുപാട് ബ്ലീഡിങ്, എന്ത് ചെയ്തിട്ടും നിൽക്കുന്നില്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു DNC ചെയ്ത് ആ ബാക്കിയുള്ള എൻഡോമെട്രിയം എന്തുകൊണ്ടോ അതിനെല്ലാം എടുത്ത് കളഞ്ഞ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലീഡിങ് നിൽക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് എൻഡോമെട്രിയൽ പോളിപ്പ്, അതായത് യൂട്രസിൻ്റെ ഉള്ളിൽ ദശ പോലെയുണ്ട്, അതല്ലെങ്കിൽ സെർവൈക്കൽ പോളിപ്പ്, ഈ യൂട്രസിൻ്റെ വായ്ഭാഗമായ സെർവിക്സിൽ പോളിപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ മിസ്കാരേജ് ആവുകയാണ്,
അതായത് നമ്മൾ ഗർഭിണിയായി 1-2 മാസം കഴിഞ്ഞിട്ട് വളർച്ച നിൽക്കുകയാണ്. അത് കുഞ്ഞിനെ നമുക്ക് വളർച്ച നിന്ന ആ ഭ്രൂണത്തിന് നമുക്ക് പുറത്തേക്ക് എടുത്ത് കളയണം. മരുന്ന് കൊണ്ട് കളയാൻ പറ്റാത്ത ആ ഒരു സ്റ്റേജ് താണ്ടിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ DNC ചെയ്യും. ഇല്ല, മരുന്ന് കൊടുത്തിട്ട് മുഴുവൻ പോയിട്ടില്ല, ബാക്കി കുറച്ചുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ DNC ചെയ്ത് കളയും. മനസ്സിലായില്ലേ? അതല്ലാതെ നമ്മൾ ഈ ഒരു മോളാർ പ്രഗ്നൻസി, അതായത് മുന്തിരിക്കൊല ഗർഭം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ മാറ്റാൻ, നമ്മൾ അത് എടുത്ത് ഫുള്ളായിട്ട് കളയാൻ നമ്മൾ സക്ഷൻ ഇവാക്വേഷൻ, അതായത് വെറുതെ നമ്മളിങ്ങനെ ഡയലേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ആ ഒരു ക്യൂററ്റ് വെച്ച് ചുരണ്ടി എടുക്കുകയല്ല ചെയ്യണത്. സക്ഷൻ അപ്പാരറ്റസ് ഉപയോഗിച്ച് അത് ഫുൾ സക്ക് ചെയ്ത് എടുത്ത് കളയും. അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യും. പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല, നമ്മുടെ പ്ലസൻ്റയുടെ അതായത് മറുകുട്ടിയുടെ ഏതെങ്കിലും ഒരു ബിറ്റ്സൊക്കെ അതിലുണ്ട് എന്നും നമുക്ക് സംശയമുണ്ടെങ്കിലും അപ്പോഴും നമ്മളൊരു DNC ചെയ്യും. അപ്പോൾ ഈ DNC എങ്ങനെയാണ് ചെയ്യുന്നത്? മുഴുവൻ മയക്കിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, നമ്മളവിടെ തരിപ്പിച്ചിട്ടാണോ ചെയ്യുന്നത്? പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഏതുതരം പ്രൊസീജിയറും ജനറൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്. അതായത് ഫുൾ മയക്ക് കൊടുത്തിട്ട് എന്നിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. പലരും ലോക്കലായിട്ട് അവിടെ തരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനൊക്കെ ഇതുവരെ തരിപ്പിച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒരൊറ്റ പേഷ്യൻറ്റിന് മാത്രമേ ഉള്ളൂ എനിക്ക് ജനറൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. മിക്കപ്പോഴും നമ്മൾ തരിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പേഷ്യൻറ്റിന് നമ്മളിങ്ങനെ കാല് രണ്ടും അകറ്റി ആ ഒരു ടേബിൾ, നമ്മുടെ ലേബർ റൂമിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ടേബിളിൻ്റെ അറ്റത്ത് വരെ കൊണ്ട് കിടത്തും. ആ കിടത്തി കഴിഞ്ഞിട്ട് നമ്മൾ കാല് രണ്ടും അകറ്റി ആ പേഷ്യൻറ്റ് കാല് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ കാല് രണ്ടും ആ സ്റ്റിറപ്സിൽ കെട്ടിവെക്കും. കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഒന്നുകിൽ മുഴുവനായിട്ട് പേഷ്യൻ്റ് ജസ്റ്റ് ഒന്ന് മയങ്ങാൻ വേണ്ടിയിട്ട്, തരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഒന്ന് മയങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. ഞാനൊന്നും അതുപോലും കൊടുക്കാറില്ല. ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ പേഷ്യനോട് സംസാരിച്ചുകൊണ്ടേ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്പെക്കുലം വെച്ച് ആ ഒരു സർവീക്സിനെല്ലാം നന്നായി കണ്ടതിന് ശേഷം നമ്മളൊരു വൾസൽ എന്ന് പറഞ്ഞൊരു ഉപകരണം വെച്ച് ആ സർവീക്സിനെ ഇങ്ങനെ പിടിച്ചിട്ട് ആ 2 ഭാഗത്തും നമ്മളൊന്ന് തരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പലരും എന്താ ചെയ്യുക? ഒന്ന് മയങ്ങാനുള്ളൊരു ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം പേഷ്യൻ്റ് ഒന്ന് ഉറങ്ങിയ ശേഷം നമ്മൾ പതുക്കെ, അപ്പം അങ്ങനെയാകുമ്പോൾ കാല് കുറച്ചുകൂടി പിടിക്കേണ്ടി വരും. കാരണം മയക്കത്തിൽ ഇങ്ങനെ കാല് രണ്ടിങ്ങനെ ആയിപ്പോവുമല്ലോ അല്ലേ? അപ്പോൾ ആ സ്റ്റിറപ്സിൽ കെട്ടി ആളുകളിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു സ്പെക്കുലം വെച്ച് ഇങ്ങനെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അമർത്തി താഴ്ത്തി പിടിച്ചിട്ട് വത്സല്ലം എന്ന് പറഞ്ഞൊരു ഉപകരണം വെച്ച് സെർവിക്സിന് ഇങ്ങനെ മുന്നോട്ട് ആങ്ങി പിടിച്ചിട്ട് നമ്മൾ 2 ഭാഗത്തും തരിപ്പിക്കും. തരിപ്പിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും? യൂട്രൈൻ സൗണ്ട് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. യൂട്രസിൻ്റെ ആ ഒരു ലെങ്ത് എത്രയാണെന്ന് കണക്കാക്കാനും മാത്രമല്ല യൂട്രസ് ആൻറ്റിവേർട്ടഡ് ആണോ റിട്രോവേർട്ടഡോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അത് വെച്ചിട്ട് നമ്മൾ നോക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എത്രത്തോളം നമുക്ക് ആ ഇൻസ്ട്രുമെൻ്റ് ഉള്ളിലേക്ക് ഇട്ടിട്ട് ക്യൂറേറ്റ് ചെയ്യാൻ എടുക്കണമെന്ന്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? യൂട്രസ് ഡയലേറ്റ് ചെയ്യും. ഈ യൂട്രസ് ഡയലേറ്റ് ചെയ്യാൻ പലതരത്തിലുള്ള ഡയലേറ്റേഴ്സ് ഉണ്ട്, പല സൈസിലുള്ള. ആ ഡയലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഡയലേറ്റ് ചെയ്യാം. അത് ആ പ്രൊസീജിയർ സമയത്ത് ചെയ്യുന്നതാണ്. അതല്ലാതെയും വേറെ രീതിയിലും നമുക്ക് ഈ യൂട്രസിൻ്റെ ആ വായുഭാഗമായ സെർവിക്സിന് ഡയലേറ്റ് ചെയ്യാം. യൂട്രസിനല്ല ഡയലേറ്റ് ചെയ്യുന്നത്, സെർവിക്സിനെയാണ് ഡയലേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ യൂട്രസ് എന്ന് പറഞ്ഞു പോയി, തെറ്റായിപ്പോയി. അപ്പോൾ സെർവിക്സിന് ഡയലേറ്റ് ചെയ്യാം. നമുക്ക് തലേ ദിവസം തന്നെ ലാമിനേറിയ ടെൻഡ് എന്ന് പറഞ്ഞുള്ള ആ ഒരു കാര്യം നമുക്ക് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാം. ആ സെർവിക്സിൻ്റെ അവിടെ ആ സെർവിക്സിലുള്ള ആ ഒരു ഫ്ലൂയിഡും ആ ഭാഗത്തുള്ള ഫ്ലൂയിഡൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അബ്സോർബ് ചെയ്ത് ഈ ലാമിനേറിയ ടെൻഡ് ഇങ്ങനെ നന്നായിട്ട് വികസിക്കുമ്പോൾ എന്ത് പറ്റും? സെർവിക്സ് തന്നെ ഡയലേറ്റഡ് ആകും. ഇപ്പോഴൊന്നും പലരും ആ ലാമിനേറിയ ടെൻഡൊന്നും ഉപയോഗിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഞാനൊന്നും ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ വേറൊരു മാർഗ്ഗം എന്തെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴാണോ DNC ചെയ്യുന്നത് അതിനൊരു 2 മണിക്കൂർ മുമ്പ് നമുക്ക് ചില ഇഞ്ചെക്ഷൻസ് കൊടുക്കാൻ പറ്റും. ആ ചില പ്രോസ്റ്റഗ്ലാൻഡിൻസ് പോലത്തെ ചില ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് അത് ഡയലേറ്റഡ് ആയിട്ട് വരും. കുറച്ച് ബ്ലീഡിങ്ങും ചിലപ്പോൾ അപ്പോൾ കണ്ടു തുടങ്ങും ഇത് ഡയലേറ്റഡ് ആകുന്നതിനോടൊപ്പം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ തരിപ്പിച്ച ശേഷം നമ്മൾ ഈ ഡയലേറ്റേഴ്സ് ഇട്ട് നമ്മൾ ഡയലേറ്റ് ചെയ്യുക. ആവശ്യാനുസരണം ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 രീതിയിൽ നമുക്ക് അതിനുള്ളിലത്തെ ആ പ്രോഡക്റ്റ്സ് എടുക്കാം. നമുക്ക് ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ, എന്ന് കണ്ടുപിടിക്കാൻ, ഡയഗ്നോസ് എന്ന് പറയുമ്പം വിലയിരുത്തുക, കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സക്ഷൻ ആ ഒരു മെഷീൻ, ആ സക്ഷൻ ഉപയോഗിച്ച് സക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സക്ഷൻ അപ്പാരറ്റസ് സൈഡിലുണ്ടാവും. ആ ട്യൂബ് വഴി അതിലേക്കാണ് പോകുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കത് കിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ക്യൂററ്റ് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. ആ ക്യൂററ്റ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പതുക്കെ കുറച്ച് ചുരണ്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു ബൗളിൽ നമ്മൾ കുറച്ച് സൊല്യൂഷൻ, ഏത് സൊല്യൂഷനിലാണോ നമ്മൾ നമ്മൾ ആ ഒരു ലാബിലേക്ക് കൊടുക്കുന്നത് അത് വെച്ചിട്ടുണ്ടാകും. അതിലേക്ക് നമ്മളത് ഇടും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ക്യൂറേറ്റ് ചെയ്ത് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സക്ഷൻ ചെയ്ത് എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ
ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് വരുമോ, ഇത് ചെയ്തത് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ, നമ്മൾ ഈ ഒരു ഡയലേറ്റർ അകത്തേക്ക് ഇടുന്ന സമയത്തും അതേപോലെ ഈ ക്യൂററ്റ് അകത്തേക്ക് ഇടുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ യൂട്രസിൻ്റെ ആ ഭിത്തി തുളച്ച് പെർഫറേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടെയാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ ഒരു കെയർഫുള്ളായിട്ട് അസെപ്റ്റിക്കായിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാത്ത കണ്ടീഷൻസിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം. ഇനി ഇതൊന്നുമല്ല, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചിലർക്ക് എൻഡോമെട്രൈറ്റിസ്, അതായത് യൂട്രസിൻ്റെ ഉള്ളിലത്തെ ആ ഒരു എൻഡോമെട്രിയം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് യൂട്രൈൻ ക്യാവിറ്റിക്ക് അകത്ത് ഇൻഫെക്ഷൻ വരുന്നതിനാണ് എൻഡോമെട്രൈറ്റിസ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻഫെക്ഷനൊക്കെ വരാം. ഇനി നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചുരുണ്ടാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂട്രസിൻ്റെ ഭിത്തികൾ തമ്മിൽ ആ ഒരു ഒട്ടിപ്പിടുത്തം വന്ന് അവിടെ ആ ഒരു അഡ്ഹഷൻസ് പോലെ വന്ന് ആഷർമാൻ സിൻഡ്രോം എന്ന് പറഞ്ഞ് വരാം. ചിലപ്പോൾ നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് സെർവിക്സ് ഇങ്ങനെ ഡയലേറ്റ് ചെയ്യാൻ നോക്കുകയാണ് ഡയലേറ്റർ വെച്ചിട്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സെർവിക്സിൻ്റെ അവിടെ ചിലപ്പോൾ മുറിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഭാവിയിൽ ചിലപ്പോൾ പ്രശ്നം വരാനുള്ള ആ ഒരു കാര്യം ഉണ്ടായേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം സാധാരണ നമ്മൾ ഈ ഒരു DNC എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചിലർ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. ഏത് കാരണത്തിനാണ് DNC ചെയ്തതെന്നനുസരിച്ച് വേറെ ചിലർ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കാറില്ല. അത് ആവശ്യാനുസരണം നമ്മുടെ ഡോക്ടർമാർ തീരുമാനിക്കുന്നതാണ്. പിന്നെ ചിലപ്പോൾ 1-2 ദിവസത്തേക്കോ ചിലപ്പോൾ ഒരു 4-5 ദിവസത്തേക്കോ കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ബ്ലീഡിങ് ഉണ്ടെങ്കിലും പേടിക്കേണ്ട, ഇല്ലെങ്കിലും പേടിക്കേണ്ട. ചിലരോട് 4-5 ദിവസത്തേക്കൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ഇല്ലെങ്കിൽ അവർക്ക് പേടിയാകും, അയ്യോ എന്തുകൊണ്ടാണ് ബ്ലീഡിങ് ഇല്ലാത്തതെന്ന്. ഉണ്ടെങ്കിലും പേടിക്കേണ്ട, ഇല്ലെങ്കിലും പേടിക്കേണ്ട. ഇനി അങ്ങനെ ബ്ലീഡിങ് വന്നാൽ ആ ബ്ലീഡിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മരുന്ന് ഡോക്ടർമാർ തരും. അതേപോലെ ചിലപ്പോൾ ഈ ക്രാംസ്, വയറുവേദന പോലെ വരാറുണ്ട്. അങ്ങനെയാണെങ്കിലും അത് കുറയ്ക്കാൻ ഡോക്ടർമാർ മരുന്ന് തരും. ചിലപ്പോൾ നമ്മൾ ആ ഒരു വത്സലം എന്ന് പറഞ്ഞ ഉപകരണം വെച്ച് സെർവിക്സിനെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഒരു 2-3 ദിവസത്തേക്കൊക്കെ കുറച്ച് നടുവേദന വരാനുള്ള സാധ്യത, അടിഭാഗത്തായിട്ട് നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതിനും മരുന്നൊക്കെ മിക്കപ്പോഴും ഡോക്ടർമാർ തരും ആവശ്യാനുസരണം, കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ബയോപ്സിക്കൊക്കെ അയക്കുകയാണെങ്കിൽ സാധാരണ ഒരാഴ്ചക്കകം റിപ്പോർട്ട് വരുന്നതാണ്. റിപ്പോർട്ട് നോക്കിയിട്ട് മിക്കപ്പോഴും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചിലർക്കൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോ പ്രാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾക്കായിട്ടൊക്കെ DNC ചെയ്യേണ്ടതായിട്ട് വരും. ചിലർക്കൊക്കെ അപൂർവമായിട്ട് ഞാനീ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്ക് DNC ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് DNC ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ യൂട്രസിനുള്ളിൽ സ്കാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം പിന്നീട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പ്ലസൻ്റ വന്നിട്ട് ആ ഒരു ഉള്ളിലേക്ക് അങ്ങ് ആഴ്ന്ന് അറ്റാച്ച്ഡായി പ്ലസൻ്റ അക്രീറ്റ സിൻഡ്രോം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ അഡ്ഹഷൻസ് ഒട്ടിപ്പിടുത്തം വന്ന് ആഷർമാൻ സിൻഡ്രോം വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഈ DNC എന്ന് പറയുന്നത് ഒട്ടും പേടിക്കേണ്ട ഒരു പ്രൊസീജിയറല്ല. സാധാരണ നമ്മൾ IPI ഇൻപേഷ്യൻ്റായിട്ട് കിടക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെയധികം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് തീരെ വയ്യ, ഭയങ്കര ക്ഷീണത്തിലാണ് ആശുപത്രിയിൽ വന്നത് എന്നുണ്ടെങ്കിൽ ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഇഞ്ചക്ഷനൊക്കെ തന്ന് ഒരു ദിവസമൊക്കെ കിടത്തിയെന്ന് വരും. അതേപോലെ നമ്മൾക്ക് ഇങ്ങനെ ഈ മിസ്കാരേജ് ഒക്കെ ആയി, അപ്പോൾ അത് കാരണമുള്ള ബ്ലീഡിങ്ങും പെയിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ആശുപത്രിയിൽ പോയത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോയാൽ ചിലപ്പോൾ നാളെ DNC കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടാവും വിടുക. അതല്ലാതെ നമ്മൾ ഇലക്റ്റീവ് പ്രൊസീജിയറായിട്ട് നമ്മളാണ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾക്ക് അഡ്മിഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാനൊക്കെ രാവിലെ വന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് വിടും, ഉച്ചയ്ക്ക് വന്നാൽ രാത്രി ആകുമ്പോഴത്തേക്കും വിടും. ഈ ലോക്കലിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ലോക്കൽ ഒരു സെഡേഷനൊക്കെ കൊടുത്ത് ലോക്കലിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളൊരു 4 മണിക്കൂർ ഒക്കെ നമ്മളൊന്നും ഭക്ഷണമൊന്നും കഴിക്കേണ്ട, നമ്മൾ വെള്ളമൊന്നും കുടിക്കേണ്ട എന്ന് പറയും. കാരണം നമ്മൾ ഈ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതല്ല GA ആണ് നമ്മൾ ചെയ്യുന്നത്, ജനറൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, കേട്ടോ. അപ്പോൾ ഇത് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല DNC എന്ന് പറയുന്ന ഒരു കാര്യം, റൈറ്റ്, കേട്ടോ. പിന്നെ മെനോപോസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ, മെനോപോസായി ആർത്തവവിരാമമൊക്കെ കഴിഞ്ഞ് ഒരു 1-2 വർഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ബ്ലീഡിങ്, ഒരുപാട് ബ്ലീഡിംഗ് ഒന്നുമില്ല, ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡോക്ടറെ കാണിക്കണം, നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മളൊരു DNC ചെയ്ത് നമ്മൾ അത് പരിശോധനയ്ക്ക് അയക്കണം. കാരണം എങ്ങാനും വല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാലിഗ്നൻസി വല്ലതും ആണെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാൻ നമ്മൾ ലേറ്റ് ആവാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ചുമ്മാ ഒരു പാപ്സ്മിയർ മാത്രം എടുത്താൽ പോരാ. സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ ചെന്ന് കാണിക്കണം. പല സ്ത്രീകളും വെച്ചുകൊണ്ടിരിക്കും, അത് സാരമില്ല. പലർക്കും പേടിയാണ്, ഇങ്ങനെ വല്ലതും ആകുമോ എന്നുള്ള പേടി കാരണം ഡോക്ടറെ കാണാതിരിക്കും. എന്നാൽ അങ്ങനെ പേടി കാരണം ഡോക്ടറെ കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ കൂടുതൽ മോശമാവുകയാണ് ചെയ്യുന്നത്, അല്ലേ?
അപ്പോൾ അത് കാരണം നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കളോടായാലും മരുമക്കളോടായാലും ആരോടായാലും പറഞ്ഞിട്ട് ഡോക്ടറെ ചെന്ന് കാണിക്കുക. സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു DNC ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പിന്നെ പലപ്പോഴും DNCക്ക് മുമ്പ് നമ്മൾ സാധാരണ റുട്ടീനായിട്ട് ഏത് പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപും ചെയ്യുന്നത് പോലെ ബ്ലഡ് ഗ്രൂപ്പ്, അതേപോലെ വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ നമ്മൾ കുറച്ച് ചെയ്യാറുണ്ട്. പിന്നെ 40 വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മൾ എക്സ്റേ, ചെസ്റ്റ്, ECG ഒക്കെ എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉറപ്പുവരുത്താൻ. ഇത്രയൊക്കെയാണ് DNCനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങൾ വ്യക്തമായി എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെ വേറെ കാര്യത്തിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സെഷനിൽ ഉത്തരം പറയില്ല. ഹലോ എല്ലാവരും ഉറങ്ങില്ല അല്ലേ? പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, DNC കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പം ഇനി അടുത്ത മെൻസസ് വരും എന്ന ചോദ്യത്തിന് ഉത്തരം എന്ത് കാരണത്തിലാണ് നമുക്ക് DNC കഴിഞ്ഞു എന്നത് അനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾക്കിപ്പോൾ മിസ്കാരേജ് ഒക്കെ ആയിട്ടാണ് DNC കഴിഞ്ഞതെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് 30 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ അടുത്ത പീരീഡ് വന്നുകൊള്ളുന്നില്ല. ചിലപ്പോൾ 45 ദിവസം വരെയൊക്കെ ആവാം. ഇനി നമുക്ക് വല്ല എൻഡോമെട്രിയൽ പോളിപ്പ് അല്ലെങ്കിൽ നമുക്ക് വല്ല സെർവൈക്കൽ പോളിപ്പ് അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിങ് അതിനാണൊക്കെ ചെയ്തെങ്കിൽ ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞ് തന്നെ വരാം. ഇനി പോസ്റ്റ് മെനോപോസൽ ആ ഒരു കേസിൽ, അതായത് ആർത്തവിരാമം കഴിഞ്ഞിട്ടൊക്കെയാണ് DNC എങ്കിൽ പിന്നെ നമുക്ക് ബ്ലീഡിങ് വരുമൊന്നുമില്ല അല്ലേ. പിന്നെ മോളാർ പ്രഗ്നൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ DNC ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഞാൻ പറഞ്ഞല്ലോ സക്ഷൻ ഇവാക്യുവേഷനാണ് ചെയ്യുന്നത്. ആ സക്ഷൻ ഇവാക്യുവേഷനെല്ലാം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പ്രശ്നം വരാത്തതാണ്. പക്ഷേ അതിന് നമ്മൾ ബീറ്റാ-HCG ഒക്കെ ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഒന്ന് ബീറ്റാ-HCG കുറഞ്ഞു വരുന്നില്ല അല്ലെങ്കിൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് റിപ്പീറ്റായിട്ടൊന്നും കൂടിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തുകൊണ്ടായാലും പേടിക്കേണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഡോക്ടറോട് തുറന്ന് ചോദിക്കുക, അല്ലാതെ അയൽക്കാരോടും ബന്ധുക്കളോടും ഒന്നുമല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ട്രീറ്റ് ചെയ്ത ഡോക്ടറോട് തന്നെ ചോദിക്കുക കേട്ടോ. പിന്നെ ഇനി DNC ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും പേടി, ഇനി എന്തെങ്കിലും കാര്യത്തിന് DNC ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻ്റ് ആകുമോ എന്ന്. അതിനും പ്രഗ്നൻസിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. സാധാരണ രീതിയിൽ പണ്ടൊക്കെ നമുക്ക് ഈ ട്യൂബർക്കുലോസിസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ DNC ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എൻഡോമെട്രിയൽ ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ബയോപ്സിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, പണ്ടൊക്കെ ഈ സ്കാനിങ്ങും ഫോളിക്കുലർ സ്റ്റഡിയും ഹോർമോണൽ സ്റ്റഡീസും ഒന്നും ഇല്ലാത്ത സമയത്തും നമ്മൾ ഈ സെക്രട്ടറി എൻഡോമെട്രിയം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് ഓവുലേഷനൊക്കെ നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും പണ്ട് കാലങ്ങളിൽ നമ്മൾ അടുത്ത പീരീഡ് വരാറാവുന്നതിന് തൊട്ട് മുമ്പ് DNC ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നിട്ട് അത് നമ്മൾ പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ആദ്യത്തെ 14 ദിവസം പ്രോളിഫറേറ്റീവ് എൻഡോമെട്രിയം പിന്നെ സെക്രട്ടറി എൻഡോമെട്രിയം എന്ന രീതിയിലാണ് വരുന്നത്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല, നിങ്ങളുടെ തലയിലൊന്നും കയറില്ല. ഇത്ര തന്നെ ഞാൻ എന്തിനാ പറയുന്നത് എനിക്കറിയില്ല. കുറച്ചെങ്കിലും വിവരമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ സെക്രട്ടറി എൻഡോമെട്രിയം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഓവുലേഷൻ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ DNC ചെയ്ത കാരണം പ്രഗ്നൻസിക്ക് പ്രശ്നമാകുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ റിപ്പീറ്റഡായിട്ട് DNC ചെയ്യുകയാണ്. നമ്മൾ DNC ഒക്കെ ചെയ്ത് ഇൻഫെക്ഷനൊക്കെ വന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. പക്ഷെ അതൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് DNC ആസ് സച്ച് പ്രഗ്നൻസി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ DNC കഴിഞ്ഞാൽ എത്ര ദിവസം റെസ്റ്റ് വേണമെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് DNC കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തിൻ്റെ റെസ്റ്റൊന്നും ആവശ്യമില്ല. നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞ് നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സമയത്തേ ഉള്ളൂ നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുക. നമുക്കൊന്നൊരു 2 ആഴ്ച ലീവൊക്കെ നമുക്ക് എഴുതി വാങ്ങിക്കാൻ പറ്റും. എന്നിട്ട് 2 ആഴ്ച സുഖമായിട്ട് പോയി അമ്മയുടെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യാം എന്ന് ആ ഒരു ലക്ഷറി, ആ ഒരു സൗകര്യം ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഡോക്ടറുടെ നിന്ന് 2 ആഴ്ച നമുക്ക് ഒരു സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് വാങ്ങാം. പക്ഷേ ഐഡിയലി പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് ആശുപത്രിയിൽ പോയി തുടങ്ങാവുന്നതാണ്. എനിക്കൊക്കെ ഒരിക്കലും ഇങ്ങനെ ബ്ലീഡിങ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടൊക്കെ DNC ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഹിസ്റ്ററക്ടമി ഒക്കെ ചെയ്യുന്നതിന് മുൻപ് ആ സമയത്ത് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ പോയി തുടങ്ങി. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കങ്ങനെ ലീവ് കിട്ടാനൊന്നും ഒരിതില്ല. പിന്നെ DNC കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ എപ്പോഴാണ് ബന്ധപ്പെടുക എന്ന്, എപ്പോഴാണ് ബന്ധപ്പെടാൻ പറ്റുക എന്നത്. എന്തായാലും ഒരു 2 ആഴ്ചത്തേക്കെങ്കിലും ബന്ധപ്പെടാതിരിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. ഇൻഫെക്ഷനും ബാക്കി കാര്യങ്ങളൊന്നും വരാതിരിക്കാനും. പിന്നെ യൂട്രസൊക്കെ ഒന്ന് നമ്മൾ ആ ഒരു ബന്ധപ്പെടുന്ന സമയത്ത് ആ മൂർധന്യത്തിലെത്തുമ്പോൾ കുറച്ച് യൂട്രസ് കൺട്രാക്ഷനൊക്കെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരണ്ട എന്ന് ആ ഒരു കാര്യത്തിനാൽ നമ്മൾ പറയുക ഒരു 2 ആഴ്ചയ്ക്ക് ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുക. അത് കഴിഞ്ഞാൽ ബന്ധപ്പെടാനുള്ള വിഷയമില്ല. പിന്നെ ഇനി എന്താ, DNC കഴിഞ്ഞാൽ നമുക്ക് വേറെ വേദന എത്ര ദിവസം നിൽക്കും എന്ന ചോദ്യത്തിന് ഉത്തരം, സാധാരണ രീതിയിൽ ആ യൂട്രസ് ഒന്ന് ചിലപ്പോൾ ഒന്ന് കൺട്രാക്ട് ചെയ്ത് ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് വേദന നിൽക്കാം. അതിന് മരുന്ന് തന്നിട്ടാണ് ഡോക്ടർ വിടുന്നത് കേട്ടോ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ഗുഡ് നൈറ്റ്.